നമുക്ക് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഫീച്ചർ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഫീച്ചർ നമ്മൾ മെയിനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫിസിക്കൽ റീകൗണ്ട് ചെയ്യുകയാണ് നമ്മുടെ ഇൻവെൻട്രീനെ. അങ്ങനെ റീകൗണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആക്ച്വൽ കൗണ്ടും നമ്മൾ എടുക്കുന്ന ഫിസിക്കൽ കൗണ്ടും നമ്മുടെ സിസ്റ്റത്തിലുള്ള കൗണ്ടും മാച്ച് ആകാത്ത സമയത്ത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലെ നമ്പർ കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഫീച്ചറാണ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഏത് മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെ സ്റ്റോക്ക് കാണാൻ രണ്ട് സ്ഥലമുണ്ട്. ഒന്ന് മെറ്റീരിയൽസിൽ പോയാൽ നമുക്ക് വന്നിട്ട് ഓവറോൾ ആയുള്ള സ്റ്റോക്ക് നമ്പർ എന്താണെന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ DC കേബിൾ വന്നിട്ട് 7502 മീറ്റർ നമ്മുടെ ഇൻവെൻട്രിയിലുണ്ട്. അതേപോലെ തന്നെ ഗ്ലാസ് മൊസായിക് ടെയിൽസ് 45 കിലോ ഉണ്ട്. പൂൾ ലൈറ്റ് 11 പീസ് ഉണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് ഏത് സ്റ്റോക്കാണെങ്കിലും നമുക്കതിൻ്റെ ഓവർവ്യൂ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് സ്റ്റോക്ക് ലെവൽസിൽ അത് വന്നിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഗ്ലാസ് മൊസായിക് ടെയിൽസ് 2 ലൊക്കേഷനിലാണ്. നമ്മുടെ സ്റ്റോർ 1 ലൊക്കേഷനിൽ ഒരു 10 എണ്ണവും സ്റ്റോർ 2 ലൊക്കേഷനിൽ ബാക്കി 35 kg ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം സ്റ്റോക്ക് ലെവൽസാണ്. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിനനുസരിച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ മെയിൻ വെയർ ഹൗസിലുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്, ആ ഐറ്റംസ് അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് ലെവൽസ് വന്നിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ സ്റ്റോർ 1, സ്റ്റോർ 2. ഫോർ എക്സാമ്പിൾ LED പൂൾ ലൈറ്റ് 10 എണ്ണം വന്നിട്ട് സ്റ്റോർ 2-ലാണുള്ളത്. അതിന് ഒരെണ്ണം വന്നിട്ട് നമുക്ക് സ്റ്റോർ 1-ലാണുള്ളത്. അപ്പോൾ 10, 1, 11 നമ്മൾ മെറ്റീരിയൽസിൽ കണ്ടത്. അപ്പോൾ ഇത് ഓവറോൾ ആയ ഒരു നമ്പറാണ് നമുക്ക് മെറ്റീരിയൽസിൽ കാണുന്ന സ്റ്റോക്ക് ലെവൽസിൽ നമുക്കത് ഒരു കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇപ്പോൾ നമുക്ക് ഏത് ഐറ്റം വേണമെങ്കിലും അതിൻ്റെ വാല്യൂ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ പൂൾ പമ്പ് സിസ്റ്റം ഇത് വന്നിട്ട് നമ്മൾ ഫിസിക്കൽ റീകൗണ്ട് എടുത്തപ്പോൾ 10 എണ്ണം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിൽ അത് 0 ആയിരുന്നു. അപ്പോൾ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ 2 സ്ഥലമുണ്ട്. ഫസ്റ്റ് ഈ സ്റ്റോക്ക് ലെവൽസിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ബട്ടൺ, ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഉള്ളിൽ ആഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഐറ്റം സെലക്ട് ചെയ്യാം. പൂൾ പമ്പ് സിസ്റ്റം, ലൊക്കേഷൻ മെയിൻ വെയർ ഹൗസ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് കൗണ്ട്. നമുക്ക് 0-ൽ നിന്ന് അത് വന്നിട്ട് 10 കൗണ്ട് ആക്കാം. ഫിസിക്കൽ കൗണ്ട് കറക്ഷൻ, ക്രിയേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഇത് വന്നിട്ട് ഒരു ഓപ്പറേറ്റർ അക്കൗണ്ടാണ്. ഓപ്പറേറ്റർ അക്കൗണ്ട് ആകുമ്പോൾ നമുക്ക് വന്നിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റില്ല, അത് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ എപ്പോഴും പെൻഡിങ് സ്റ്റേറ്റസിലായിരിക്കും. ഓൺലി അഡ്മിൻസ് അക്കൗണ്ടിനെ കൊണ്ട് മാത്രമേ നമുക്ക് ഈ പെൻഡിങ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു 2 സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു അഡ്മിൻ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് അത് അപ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി വന്നിട്ട് ഒരു ഇൻക്രീസ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. ഇനി അടുത്ത് വന്നിട്ട് നമുക്ക് ഒരു ഡിക്രീസ് ചെയ്യാം. വാട്ടർ പ്രൂഫ് പൂൾ സിമെൻറ്റ് മിക്സ് 999 ഉണ്ട്. നമുക്കത് വന്നിട്ട് ഒരു 5 കമ്മിയാക്കാം. അപ്പോൾ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ വട്ടം നമുക്ക് ഇതിൽ കൂടെ പോവാം. അഡ്ജസ്റ്റ്. അപ്പോൾ ഓൾറെഡി വന്നിട്ട് ഐറ്റം സെലക്റ്റായി, ലൊക്കേഷൻ സെലക്റ്റായി, അഡ്ജസ്റ്റ്മെൻറ്റ് ഡിക്രീസ് കൗണ്ട്. നമ്മളത് 5 എന്ന് കുറയ്ക്കുകയാണ്. അപ്പോൾ നമുക്കത് വന്നിട്ട് ഡാമേജ്, തെഫ്റ്റ്, ട്രാൻസ്ഫർ എറർ, സിസ്റ്റം എറർ, ക്വാളിറ്റി ഇഷ്യൂ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ക്വാളിറ്റി ഇഷ്യൂ സെലക്ട് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ക്രിയേറ്റ് ആയി, അഡ്ജസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ആയി. പക്ഷേ അത് റിഫ്ലക്റ്റ് ആകില്ല, അത് അപ്രൂവ് ചെയ്തെങ്കിലേ റിഫ്ലക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ നമുക്ക് വന്നിട്ട് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ റീകൗണ്ടാണ്. അപ്പോൾ നമ്മൾ സാൻഡ് ഫിൽട്ടർ സിസ്റ്റം വന്നിട്ട് റീകൗണ്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ നമ്പർ 13 ആയിരുന്നു. 13 ഐറ്റം നമ്മുടെ ഇൻവെൻട്രിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് റീകൗണ്ട് സെലക്ട് ചെയ്ത് ഇവിടെ 13 കൊടുക്കാം. 13 കൊടുത്തിട്ട് ഫിസിക്കൽ കൗണ്ട് കറക്ഷൻ ഇട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതും മാറിയിട്ടില്ല, ഇപ്പോഴും 3 13 അല്ല. കാരണം എല്ലാ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റും പെൻഡിങ് സ്റ്റേറ്റസിലാണുള്ളത്. ഇത് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഇൻവെൻട്രിയിൽ കൗണ്ട് അപ്ഡേറ്റ് ആകുള്ളൂ. അപ്പോൾ നമുക്ക് വന്നിട്ട് 3 ടൈപ്പ് ഓഫ് നമ്മുടെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ കണ്ടു. ഒന്ന് ഇൻക്രീസ്, ഒരെണ്ണം ഡിക്രീസ്, ഇനി ഒരെണ്ണം റീകൗണ്ട്. ഇൻക്രീസ് ബേസിക്കലി കറണ്ട് സ്റ്റോക്ക് ഐറ്റം, നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റോക്ക് ഐറ്റം +10 കൂട്ടും. ഡിക്രീസ് വന്ന് കറണ്ട് സ്റ്റോക്ക് ഐറ്റം -5,
റീകൗണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് അതിൻ്റെ ആ ഐറ്റത്തിൻ്റെ കൗണ്ട് വന്നിട്ട് 13 ആക്കും. അപ്പോൾ നമുക്ക് വന്നിട്ട് ഓപ്പറേറ്റർ അക്കൗണ്ട് ലോഗ് ഔട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അഡ്മിൻ അക്കൗണ്ട്, ഇതൊരു അഡ്മിൻ അക്കൗണ്ടാണ്. ഞാൻ അഡ്മിൻ അക്കൗണ്ട് വന്നിട്ട് ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്തിട്ട് ഞാൻ പിന്നെയും സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് മേലെ തന്നെ എഴുതിയിട്ടുണ്ട് യു ഹാവ് പെർമിഷൻ ടു അപ്രൂവ് ഓർ റിജക്റ്റ് സ്റ്റോക്സ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റോക്കും അപ്രൂവ് ചെയ്യണം. എല്ലാ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റും ഞാൻ അപ്രൂവ് ചെയ്തു. ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ലെവൽസിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. കൂൾ പമ്പ് സിസ്റ്റം 10, 0 എന്ന് 10 ഇത് 999 - 5 994 999 - 5 അപ്പോൾ 994. പിന്നെ നമ്മൾ സാൻഡ് ഫിൽട്ടർ സിസ്റ്റം റീകൗണ്ട് ചെയ്ത് 13 ആക്കിയിരുന്നു. അപ്പോൾ അത് 13 ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഫീച്ചർ.